ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. എല്ലാ വ്ളോഗും അങ്ങനെ തന്നെയാണല്ലോ. എന്നാലും ഇന്നത്തെ വ്ളോഗ് നമ്മളിപ്പോൾ വാലന്റൈൻസ് ഡേ ആണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് പ്രേമിച്ച് നടന്ന ചില വഴികളുണ്ട്. സോ ആ വഴികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഈ വ്ളോഗ്. പോവാം. ഇനി കണ്ണീരൊന്നും വേണ്ട വേണ്ട. ആക്ച്വലി നമ്മളങ്ങനെ പ്രണയിച്ചു നടന്നത് വളരെ കുറച്ച് സമയമാണ്. ഗ്രീഷ്മയുടെ വീട്ടിൽ എൻ്റെ കാര്യമൊക്കെ അറിഞ്ഞ് കുറച്ച് സീനായിരുന്ന സമയത്ത് ഗ്രീഷ്മ മുമ്പ് ഇപ്പം എറണാകുളത്ത് വർക്ക് ചെയ്തിരുന്ന സമയത്ത് വല്ലപ്പോഴൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ആ ജോലി അവൾ റിസൈൻ ചെയ്തു. നമ്മളുടെ കാര്യം കൊണ്ടല്ല, വേറെ കുറച്ച് റീസൺ കാരണം റിസൈൻ ചെയ്തു. ജോലി ചെയ്യാൻ മടിയായതുകൊണ്ട് റിസൈൻ ചെയ്തിട്ട് അപ്പോൾ കാണാൻ ഒരു വഴിയില്ല നമുക്ക്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് അവളുടെ വീട്ടിൽ വരിക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളായിരുന്നു. അല്ലാതെ ഇവക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ എറണാകുളത്തേക്ക് വരാനുള്ള ഒരു പെർമിഷനൊക്കെ കുറച്ച് പാടായിരുന്നു ആ ടൈമിൽ. ഓൾറെഡി എൻ്റെ കാര്യം അറിയാമെന്നുള്ളതും കൊണ്ടും. അപ്പോൾ ആ സമയത്ത് ഇവളുടെ വീട്ടിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവളെന്നെ കാണാനായിട്ട് വരുന്നത് ഇവള് പഠിച്ച സ്കൂളിനടുത്തുള്ള പാലം ഇത്. ഈ പാലത്തിൻ്റെ ഈ വഴിയിൽ അവൾ വന്ന് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇവിടെ അവൾ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പം ഞാൻ ബൈക്കിൽ വന്നിട്ട് ഇവിടെ എൻ്റെ വണ്ടിയും വെച്ചിട്ട് നമ്മൾ ഇതുവഴിയാണ് ഇവളുടെ കൂടെ ഞാൻ കറങ്ങാൻ പോകുന്നത് ഇവിടെ വരുന്ന സമയത്ത്. അപ്പോൾ ഇത് ആക്ച്വലി ഇവളുടെ വീട്ടിന് തൊട്ടപ്പുറത്തൊരു വഴി തന്നെയാണ് വന്ന് കയറുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് കാണിച്ചു തരാം. ഈ വഴി കൂടെ പോകുമ്പോഴേ പണ്ട് ഇവള് ഹെൽമെറ്റും മാസ്കും വയ്ക്കും. ഞാനും ഹെൽമെറ്റും മാസ്കും വെച്ചിട്ടാണ് മിക്കപ്പോഴും ഇവളുടെ സ്കൂട്ടിയിലായിരിക്കും പോകുന്നത്. ഇവളുടെ സ്കൂട്ടി പോകുമ്പോൾ ഇവൾ ഭയങ്കര ടെൻഷനാണ്. കാരണം പരിചയമുള്ള ഇത് മുഴുവൻ അവൾക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആരെങ്കിലും കണ്ട് വീട്ടിൽ പറയുമെന്നുള്ള പേടി ഭയങ്കരമായിട്ടുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്കേ മനസ്സിലാവുള്ളൂ. അത് രസമാണ്, പക്ഷെ എന്നാലും നല്ല ടെൻഷൻ വരും. ഇപ്പൊ രസമുണ്ട്, പറയാൻ രസമുണ്ട്. പക്ഷെ ആ ടൈമില് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്ന ടൈമായിരുന്നു. നമ്മളിങ്ങനെ ഈ വഴി അധികം വണ്ടികളൊന്നും വരുന്ന വഴിയല്ല, പക്ഷെ നാട്ടുകാരെയൊക്കെ കാണും. ഇവളുടെ അമ്മ ഈ കുടുംബശ്രീയിലൊക്കെ ഉള്ളതുകൊണ്ട് മേ ബി ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഇവളെ തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഓൾറെഡി ഇവള് വീഡിയോ ചെയ്യുന്നതൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും അവളെ. അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു നമ്മൾ പണ്ട് ഈ വഴി പൊക്കോണ്ടിരുന്ന സമയത്തൊക്കെ. ഇതുവഴി പോയ എക്സ്പീരിയൻസ് ഒക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനിത് വഴി പോകുമ്പോ തല കുനിച്ചിരിക്കാറുള്ളൂ. ഞാൻ തല നിവർത്താറില്ല, ഇങ്ങനെ ഇരിക്കും ഞാൻ. അങ്ങനെ ഞാൻ പോവാറുള്ളൂ. കാരണം ഇത് കഴിഞ്ഞാൽ മെയിൻ റോഡ് കയറി കഴിഞ്ഞാൽ പിന്നെ മൊത്തം പരിചയക്കാരാണ്. എങ്ങോ കണ്ട തീർന്ന് ഗുദാഹബ. പിന്നെ ഇങ്ങനാണെങ്കിൽ എന്താണ്, വണ്ടിക്ക് പോകുമ്പോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ദേവോസേട്ടന്റെ മോളാണ് ബാക്കില് എന്ന് പറയുകയും ചെയ്യും. അപ്പോഴത്തേക്കൂടെ വണ്ടി വന്നിട്ടാ അപ്പൊ അതും കൂടെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മനുഷ്യന് വേറെ പോലെ വരാണ്ടിരിക്കുക. എന്നെ എങ്ങനെയൊക്കെ പെടുത്താൻ നോക്കാമോ അങ്ങനെയൊക്കെ അദ്ദേഹം ശ്രമിക്കാറുണ്ട് പെടുത്താനായിട്ട്. പക്ഷെ ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ ആരും പറഞ്ഞൊന്നുമില്ല. അങ്ങനെ ഒത്തിരി തവണ ഞങ്ങൾ അങ്ങനെ കറങ്ങിയിട്ടില്ല കേട്ടോ. 1-2 തവണയൊക്കെ, ഒരു 10-15 തവണ ഒന്നുമില്ല. കല്യാണം വീട്ടിലറിഞ്ഞ് ഒരു 1-1.5 മാസം കഴിഞ്ഞപ്പോൾ കല്യാണം ഉറപ്പിച്ചല്ല. കുറച്ച് ചകട കഴിഞ്ഞ് കല്യാണം ഉറപ്പിച്ച്. അങ്ങനെ ആ വഴി വന്നിട്ട് നമ്മളിതേ ഈ റോഡിൽ ആക്ച്വലി വന്ന് കയറും. ഈ റോഡിൽ വന്ന് കയറുമ്പോൾ ഉള്ളൊരു ഫണ്ണി ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് അവളുടെ വീട്. വളരെ അടുത്താണ്, അത്രേ ഉള്ളൂ. ആ ഒരു സമയത്ത് നമ്മുടെ കാര്യമൊക്കെ വീട്ടിൽ അറിഞ്ഞ സമയത്ത് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ ഇൻഡസ്ട്രി, ഞാൻ വർക്ക് ചെയ്യുന്ന ഫിലിം ഇൻഡസ്ട്രിയും കൂടെ ആയതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കാണാനൊന്നും പറ്റുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തത്. എവിടേക്കും വരാൻ പറ്റില്ല. രസമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ടെൻഷൻ അടിച്ചിട്ട് വേണം നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങാൻ. അപ്പോൾ ഇവളുടെ റിലേറ്റീവ്സ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വഴി വെച്ച് പ്രശ്നം ഉണ്ടാവാം. ആർക്ക് ടെൻഷൻ? മൊത്തം ടെൻഷൻ എനിക്കായിരുന്നു. എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. അതിലൊരു ഒരു സുഖമുണ്ടല്ലോ. അത് ഈ പ്രേമിച്ച് നടക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ പോവുക, പരിചയമുള്ള ആൾക്കാർ കാണുക, പിടിക്കുക, കലിപ്പാകുക, അതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ പറയാൻ സുഖമാണ്. പക്ഷെ ആ ഒരു ടൈമിൽ നല്ല പേടിയുണ്ടായിരുന്നു. നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഒരു എന്താ സുഖമുള്ള പേടി എന്നൊക്കെ പറയത്തില്ലേ, അതായിരുന്നു.
ആക്ച്വലി നമ്മൾ ഈ കറങ്ങാൻ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഈ വീടിനടുത്ത് തന്നെയാണ് ഈ മുസ്രീസ് എന്ന് പറഞ്ഞിട്ട്. അത് ആക്ച്വലി ഒരു പാർക്കാണ്. ഒരു പാർക്ക് പോലത്തെ ഒരു പരിപാടിയാണ്. വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റുന്നൊരു പരിപാടിയാണ്. അതിനുശേഷം അഴീക്കോട് ബീച്ചുണ്ട്. ആ ഒരു ബീച്ചിലൊക്കെ പോകുമായിരുന്നു. പിന്നെ ആ ഒരു ഒരു കൂൾ ബാറിൽ പോകുമായിരുന്നു. അവിടെ നിന്ന് ഫലൂഡ കഴിക്കലായിരുന്നു ഒരു പണി. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, വെജ് റെസ്റ്റോറൻറ്റ്. അവിടെ നിന്ന് ദോശ കഴിക്കും. ഇതൊക്കെയായിരുന്നു നമ്മുടെ പരിപാടികൾ. ഇതാണ് നമ്മുടെ മുസ്രീസ്. ഇത് ആക്ച്വലി ഒരു പാർക്ക് പോലെ ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇവിടെ കുറച്ച് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ കൊടുങ്ങല്ലൂർ പിന്നെ പുത്തമ്പേലിക്കര ഈ ഭാഗത്തൊക്കെ ഉള്ളവരുടെ മറൈൻ ഡ്രൈവാണ് ഈ കാണുന്ന മുസ്രീസ് പാർക്ക്. ഹിയർ ആണോ? എന്താ പേര്? ലക്ഷ്മി. ആണോ? ഇവിടെ വീട് എവിടെ അടുത്താണോ? എനിക്കറിയില്ല, ഞാൻ പുത്തമ്പേലിക്കരയാണ്. ഓ, തൃപ്രയാർ സൈഡാണ്. ശരി. ലക്ഷ്മി ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിച്ച കുഴപ്പമുണ്ടോ? ചുമ്മാ ഇങ്ങനെ നടന്നൊരു വ്ളോഗ് എടുത്തോണ്ടിരിക്കുന്നു. ശരി ശരി, ഓക്കെ ബൈ. ശരി. ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഇങ്ങനെ കുറെ ബെഞ്ചുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സ്ഥലം നിങ്ങൾ പല ഫിലിംസിലും കണ്ടു കാണും കേട്ടോ. കുറേ സിനിമകളുണ്ട് ഈ ഒരു ലൊക്കേഷൻ. പിന്നെ അത് ഈ കാണുന്ന വീട്ടിലാണ് പൊറിഞ്ചു മറിയം ജോസ് ഷൂട്ട് ചെയ്തേക്കുന്നത്. സിനിമ ഞാൻ കണ്ടിട്ടില്ല, ഇത് എനിക്ക് അഖിലേട്ടൻ പറഞ്ഞതാ. പിന്നെ അത് ആ കാണുന്ന റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ സേവ് ദ ഡേറ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടോയെന്നറിയില്ല. ഇട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ പക്ഷേ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് തന്നെയായിരുന്നു സേവ് ദ ഡേറ്റിന്റെ ഡ്രസ്സ്. രംഗണ്ണൻ ഈ ഡ്രസ്സായിരുന്നു രംഗണ്ണനായിട്ടൊരു ഫുൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനത് ഇൻസ്റ്റഗ്രാമിലാണ് ഇട്ടേക്കുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സേവ് നല്ല വൈറലായ വീഡിയോയാണ് അത്. ആ ടൈമില് കാണാൻ വരുന്ന സമയത്ത് ഞാൻ നിനക്ക് പരിപ്പൂട മറ്റേ പട്ടണത്തിൽ സുന്ദരല്ല ദിലീപിന്റെ പോലെയായിരുന്നു. പരിപ്പ് വട വാങ്ങിച്ചോണ്ട് വരുമായിരുന്നു. ലോ മെയിൻ്റെനൻസ് ആയിരുന്നു അവള് ആ ടൈമിലൊക്കെ. ഇപ്പൊ ഇല്ല, അങ്ങനല്ല. ആ ടൈമിൽ പരിപ്പൂട അങ്ങനെ. ഇപ്പോൾ കാണാൻ വരുമ്പോൾ കഫേയിൽ പോവുക, ഡ്രിങ്ക്സ് കഴിക്കുക, അങ്ങനത്തെ ഉള്ള ഡ്രിങ്ക്സ് മീൻസ് അതല്ല കേട്ടോ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ കോസ്റ്റ്ലി ആയിട്ടുള്ളതൊക്കെ കഴിക്കത്തല്ലേ. അപ്പോൾ ഇവളങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇവള് വളരെ ചെറിയ പരിപാടിയൊക്കെ ആയിരുന്നു. അത് നമ്മൾ ഇതാണ്ട് അത് അവിടെ ഒരു ബെഞ്ചുണ്ട്, ഇതുപോലത്തെ ബെഞ്ചുണ്ട് അവിടെ. അപ്പോൾ അവിടെ ആൾക്കാർ അവിടെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അവിടെ പോകാൻ പറ്റാത്തത്. ഇവിടെയൊക്കെ ഇച്ചിരി ഓപ്പണാണ്. അപ്പൊ അവിടെ പോയിരുന്ന് നമ്മളിങ്ങനെ പരിപ്പൂടയൊക്കെ കഴിച്ച് വർത്താനം പറഞ്ഞ് ഈ കായലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല ഭംഗി. ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടാവും, കാരണം മിക്കപ്പോഴും ഞായറാഴ്ചകളിലാണ് വരാറ്. ഇത് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൂരെ നിന്ന് ഇങ്ങനെ ആൾക്കാർ വരും. അപ്പൊ ഇവള് അമ്മയ്ക്ക് പരിചയമുള്ള ആളാണെന്ന് തോന്നുന്നു, അച്ഛന് പരിചയമുള്ള ആളാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയും. എല്ലാം തോന്നല് മാത്രമായിരുന്നു. ആരും കണ്ടിട്ടൊന്നുമില്ല, കണ്ടിട്ട് എന്തെങ്കിലും ആവട്ടെ കെട്ടിപ്പോട്ടെ എന്ന് വെച്ചിട്ട് പിന്നാണ്ടാണോ. അതും ചിലപ്പോ എവിടെ എങ്ങനെയും ഒന്ന് കെട്ടിപ്പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരുന്നു. നല്ല രസമാണ് ഇവിടെ, കായലൊക്കെ കാണാൻ നല്ല രസമാണ്. നമ്മളിങ്ങനെ തിരയാൻ നല്ല ഓളം എണ്ണി ഇരിക്കാം. ഇവിടെ വെച്ചായിരുന്നു നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ സേവ് ദ ഡേറ്റ് വീഡിയോ ഷൂട്ട് ചെയ്തത്. നല്ല രസമായിരുന്നു. ഞാൻ ഇവളുടെ കൂടെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കണ്ടന്റ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്ത്. പക്ഷേ ഈ അഭിനയിക്കുന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയത് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എനിക്ക് അവളെ കൂടെ ഇവളുടെ മീറ്ററൊക്കെ പിടിച്ച് അഭിനയിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, ഇപ്പം ഞാൻ പുലിയായെന്നല്ല, ഞാൻ ഇപ്പോൾ അതിൻ്റെ കൂടെ യൂസ്ഡായി ഞാൻ ഭയങ്കരമായിട്ട്. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ അത് പലരും പറഞ്ഞിട്ടുണ്ട്, ടെൻഷനുണ്ട് മുഖത്തെന്നൊക്കെ. ഇപ്പൊ എനിക്കാണ് കുറച്ച് ഫാൻസ് ഒക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെ അതെ, എല്ലാരും വരും കേട്ടോ, എല്ലാരും വരും കേട്ടോ, ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ നമ്മുടെ ഓർമ്മകൾ. ഇവിടെ പെട്ടെന്ന് പോകുന്ന വേറൊന്നുമില്ല. ഇച്ചിരി വെയിലുണ്ട്. ഇപ്പം അധികം വെയിലൊന്നും കൊള്ളാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് സത്യം. സോ അടുത്ത ഡെസ്റ്റിനേഷൻ. ഈ പ്രേമിച്ച് നടന്നൊരു കാലഘട്ടം എന്ന് പറയുമ്പോൾ എനിക്ക് പ്രധാനമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണപ്രിയരായ രണ്ട് മനുഷ്യരായതുകൊണ്ട് ഞങ്ങൾ നടക്കുന്ന വഴിയൊക്കെ അതും ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ്
അന്നും നടന്നിരുന്നത് ഇന്നും നടക്കുന്നതും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെ തമ്മിൽ ഒരുമിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഭക്ഷണം തന്നെയാണ്. അല്ലേ? എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതെ, ഭക്ഷണവും ഒരു ഘടകം തന്നെയാണ്. എന്തുകൊണ്ടാണ് അവസാനം ഞാൻ മതി എന്നൊരു തീരുമാനത്തിലോട്ട് എത്തിയത്? കാരണം ഇദ്ദേഹത്തിന് പണ്ട് കുറേ കാമുകന്മാരുണ്ടായിരുന്നു. ഒന്ന് കഴിയുമ്പോൾ അടുത്തതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഞാൻ വന്നപ്പോഴും വേണമെങ്കിൽ ഇദ്ദേഹത്തിന് എന്നെ സ്കിപ്പ് അടിച്ച് അടുത്ത ആളിലോട്ട് പോകാം, പക്ഷെ പോയില്ല, എന്നിൽ സ്റ്റോപ്പ് ചെയ്തു. അതെന്തുകൊണ്ടാണ്? പറയൂ. ഞാൻ പെട്ടുപോയി. ഓ, എൻ്റെ ബ്രിട്ടീഷിൻ്റെ വൈബ് ഒരേപോലെയായിരുന്നു. നല്ല കൂട്ടുകാരായിരുന്നു, എല്ലാം ഷെയർ ചെയ്യാൻ പറ്റും. എനിക്ക് മുമ്പ് കുറേ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഭയങ്കര സീരിയസ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചെന്ന് പറയുമ്പോൾ ഉണ്ട്, റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും അവളും റിലേഷൻഷിപ്പ് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ എക്സ് റിലേഷൻഷിപ്പിനൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ് ആയിരുന്നപ്പോൾ അന്ന് അവളത് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഫ്രണ്ട്സ് ആയിരുന്ന സമയത്ത് ഒരു എക്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞങ്ങൾ റിലേഷൻഷിപ്പ് ആയ പിന്നീട് പല പല എക്സുകളുടെ കഥ ഞാൻ അറിയുന്നത്. അപ്പോഴൊക്കെ ആയപ്പോൾ വിട്ട് പോകാൻ പറ്റാത്ത ഒരു ഇത് ആയിപ്പോയി അല്ലേ? എനിക്ക് ഭയങ്കര സിങ്കാണ് നീ, അതുകൊണ്ടാണ്. സിംഗല്ലടോ, വാഷിംഗ് മെഷീൻ. പിന്നെ ഇതേപോലത്തെ വളുപ്പൊക്കെ അടിക്കും, അതും ഇഷ്ടമാണ്. പിന്നെന്താ, സപ്പോർട്ട്, ഭയങ്കര സപ്പോർട്ടല്ലേ നീ. ചക്കിക്കൊത്ത ചങ്കടെന്നല്ലേ പറയുന്നത്. അതുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ എൻ്റെ വീട്ടിൽ തുടക്കം കുറച്ച് പ്രശ്നമായിരുന്നു. അക്കയുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു? ഇവളുടെ വീട്ടിൽ അവളുടെ അച്ഛനമ്മയ്ക്കൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. ഇവളുടെ കുറച്ച് റിലേറ്റീവ്സിനൊക്കെ പ്രശ്നമുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ ഫീൽഡിലായതുകൊണ്ടുള്ളതാണ്. പിന്നെ എൻ്റെ വീട്ടിലെ അവസ്ഥ ഭയങ്കര ഡിഫറെൻറ്റാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മയായിട്ടൊക്കെ ഞാൻ കമ്പനിയാണെങ്കിലും അത്ര ഒരു ഹെവി സിങ്കൊന്നുമല്ല. അപ്പോൾ ഇവളുടെ വീട്ടിൽ ആക്ച്വലി ഇത് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളുടെ അച്ഛൻ നെടുമങ്ങാട് വർക്ക് ചെയ്യുക. അപ്പോൾ റിലേഷൻഷിപ്പ് ആയതിനു ശേഷം നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്തു, ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. ആ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചി അച്ഛനടുത്ത് പറഞ്ഞു കൊടുത്തു, അവളുടെ അച്ഛൻ്റെ അടുത്ത്. അങ്ങനെയാണ് ഇവരെ അറിയുന്നത്. അങ്ങനെ അവളുടെ അച്ഛനെ ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ കല്യാണം കഴിക്കണം, ഞാൻ എൻ്റെ അച്ഛനെ കൊണ്ട് വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ എൻ്റെ അച്ഛനെ വിളിച്ചു. എൻ്റെ അച്ഛനെ വിളിച്ചത് എനിക്ക് റെസ്പെക്റ്റൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കൊച്ചിനെ ഇഷ്ടമാണ്, ഒന്ന് അവളെ വീട്ടിൽ വിളിച്ച് സംസാരിക്കണം. അപ്പോൾ പുള്ളി പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ഒരു കണ്ടീഷൻ വെച്ച്, വിളിക്കുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഞാൻ വീട്ടിൽ പണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഒരു ടീപ്പ് ചോട്ടി പൊട്ടിച്ചായിരുന്നു. അപ്പോൾ ആ ടീപ്പ് ഒരു ഗ്ലാസ് മാറ്റിയിട്ട് ഇവളുടെ വീട്ടിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാറ്റിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവളുടെ വീട്ടിൽ വിളിച്ചിട്ട് എന്താ അച്ഛൻ എനിക്കൊരു പണിഷ്മെൻറ്റ് തന്നാ കേട്ടോ, അല്ലാതെ വേറെ, പുള്ളി ഭയങ്കര പാവമാണ്. പക്ഷേ ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു പണി തരണമെന്നുള്ള രീതിയിൽ പുള്ളി അത് പറഞ്ഞ. എന്നിട്ട് അവളുടെ വീട്ടിൽ വിളിച്ചിട്ട് പിന്നെ എല്ലാം സ്പീഡായടാ. നിനക്ക് വീട്ടിൽ പഠിച്ചപ്പോൾ ഷീലയുടെ റെസ്പോൺസ് എന്തായിരുന്നു? ഓർമ്മിപ്പിക്കല്ലേ, ചില 2 ദിവസം കരച്ചിലായിരുന്നു. ഞാൻ വഞ്ചിച്ചെന്ന് പറഞ്ഞിട്ട്. അതെ വെച്ചാൽ വഞ്ചിച്ചെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ, അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതെല്ലാത്തിലും, എല്ലാ പ്രണയത്തിലും അങ്ങനെ ഒരു സീൻ ഉണ്ടാവും, പറയാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അത് കഴിഞ്ഞ് അക്കി അമ്മനെ വിളിച്ചില്ലായിരുന്നു, വിളിച്ചിട്ട്. അപ്പൊ അന്ന് അമ്മ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ അമ്മ നോർമലായി. കെട്ടിച്ചേരൂരെന്നൊക്കെ പറഞ്ഞു. ആരെ കിട്ടിയാലും ഇവനെ കെട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിപ്പോ എന്താ ടോമാഞ്ചെറിയാ ഇപ്പൊ വീട്ടില്. പിന്നെ എന്താണ്, അക്കിയുടെ അച്ഛൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും കുറച്ച് ഓക്കെ ആയി, സമാധാനമായി, കുഴപ്പമില്ല മൈൻഡൊക്കെ ആയി. പിന്നെ അങ്ങ് ഈ പറഞ്ഞ പോലെ ഷടപടി എന്നായിരുന്നു എല്ലാം. പ്രേമിച്ച് നടന്നപ്പോൾ നീ ഭയങ്കരമായിട്ട്
എൻജോയ് ചെയ്ത് ഇപ്പം എൻജോയ് ചെയ്യാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? അത് ഈ പോക്കൊക്കെ തന്നെയാണ് കേട്ടോ, ഈ ട്രിപ്പിങ്. കൂടുതലും പ്രേമിച്ചുള്ള സമയത്ത് ഞങ്ങൾക്കൊരു സ്കൂട്ടിക്കാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞ പിന്നെ ഞങ്ങൾ കാറൊക്കെ എടുത്ത്, കാറിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല കാറിൽ പോകുന്നത്. എനിക്ക് കൂടുതലും 2 വീലർ റൈഡ്സാണ് ഇഷ്ടം. പക്ഷെ അക്കി കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കാറാണ്. അത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം സ്കൂട്ടിക്ക് ബൈക്കിനൊക്കെ പോകാൻ വേണ്ടി തന്നെ ഞങ്ങൾ വളരെ ചെറിയ ഡിസ്റ്റൻസൊക്കെ പോവുള്ളൂ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ മിസ് ചെയ്യുന്നൊരു സംഭവം. പണ്ട് ഞങ്ങൾക്ക് കാറുണ്ടായില്ല. അപ്പോൾ എവിടെ പോകണമെങ്കിലും ഈ സ്കൂട്ടിക്ക് അല്ലെങ്കിൽ എത്ര ദൂരം വേണോ സ്കൂട്ടിക്ക് പോവായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് കാറേ പ്രിഫർ ചെയ്യുള്ളൂ, വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ റൈഡ്സ് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഈ വാലന്റൈൻസ് ഡേക്ക് ഗ്രീഷ്മയ്ക്ക് ഗിഫ്റ്റ് എന്ത് മേടിച്ചു കൊടുക്കണമെന്നൊക്കെ കുറേ ആലോചിച്ചു. ഞാൻ വിചാരിച്ചു പിന്നെ ഒന്നും വാങ്ങിക്കൊടുക്കണ്ട എന്ന് ഞാൻ തീരുമാനമെടുത്തു. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ മാസം തന്നെ കുറച്ച് സാധനങ്ങൾക്ക് ഞാൻ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? അവളും എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ട്. ഈ വാച്ചൊക്കെ അവൾ മേടിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കണ്ട. ഡ്രസ്സ് മേടിച്ചു തന്നല്ലേ? ഡ്രസ്സ് ഈ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഞാൻ മേടിച്ചു തന്നിട്ടുണ്ട്. മേടിച്ചത് ജീൻസ് ഇതൊക്കെ മേടിച്ചു തന്നില്ലേ? മേടിച്ച് തന്നില്ലടാ, കണക്ക് പറയാതെ. അപ്പോൾ അത് മേടിച്ചു തന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, പണ്ട് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രേമം ഉണ്ടായിരുന്നല്ലോ, അന്നൊക്കെ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ഞാനിങ്ങനെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് മെയിൻ. സത്യം പറഞ്ഞാൽ ആ കമ്പനി നിലനിന്ന് പോകുന്നത് തന്നെ കാമുകി കാമുകന്മാരുള്ളത് കൊണ്ടാണ്. ഡാഷ്ബോർഡ് പറഞ്ഞത് ഇതാ. അയ്യോ, അത് നടുക്ക് തൊട്ടരുതേ, നടുക്ക് ഹാർട്ട് ഉണ്ടേ. ഓക്കെ, ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചില്ല. അപ്പോൾ അഴീക്കോട് ബീച്ച് പോകാൻ പറ്റിയില്ല. അത് ഇന്ന് അവിടെ കുറച്ച് തിരക്കൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അഴീക്കോട് ബീച്ച് നമ്മൾ ക്യാൻസൽ ചെയ്തു. നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ വാലന്റൈൻസ് ഡേ എല്ലാവർക്കും പ്രണയ ദിന ആശംസകൾ. അതുപോലെ തന്നെ എല്ലാവരും പ്രേമിക്കുക. പ്രേമിച്ചാൽ മാത്രം മതിയോ? പ്രേമിച്ചാൽ മാത്രം പോരാ, കെട്ടുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. പ്രേമിച്ചാൽ മാത്രം പോരാ കേട്ടോ. നിങ്ങൾ പ്രേമിച്ച ആളിനെ തന്നെ വിവാഹം കഴിക്കാനും കൂടെ പറ്റണം. അതൊരു വലിയ ഭാഗ്യമാണ്. അത് പലർക്കും കിട്ടാറില്ല. എനിക്കും മുമ്പത്തെ പല റിലേഷൻഷിപ്പിലും കിട്ടിയിട്ടില്ല. പക്ഷേ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല. എനിക്ക് നനച്ച വണ്ടി കിട്ടി. എനിക്ക് എൻ്റെ നനച്ച വണ്ടി കിട്ടി. അതേപോലെ നിങ്ങൾക്കും നനച്ച വണ്ടി കിട്ടും. പ്രേമിക്കുക, പ്യുവറായിട്ട് പ്രേമിക്കുക. കമ്മ്യൂണിക്കേഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതല്ല, കമ്മ്യൂണിക്കേഷൻ. എനിക്ക് കമ്മ്യൂണിക്കേഷൻ വർക്കാവാത്തതുകൊണ്ടാണ് എൻ്റെ പല റിലേഷൻഷിപ്പും പൊട്ടി തകർന്നിട്ടുള്ളത്. അതിലെനിക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചെങ്കിലും ഉണ്ടായിരുന്ന ആള് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഗൾഫിൽ പോകാനൊക്കെ ഇടയായ ആള്. അപ്പോൾ ഞാൻ ഗൾഫിൽ പോയപ്പോൾ അത് വൻ കോമഡിയാ. അത് നമുക്ക് കല്യാണം കഴിക്കണം, കൊച്ച് ഗൾഫിൽ പോകും, ഞാൻ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു സുരേഷ് മൂടായിരുന്നു. ഞാൻ ഗൾഫിൽ പോയപ്പോൾ അവൾക്ക് ഞാൻ തിരിച്ച് നാട്ടിൽ വരണേ. എൻ്റെ പാസ്പോർട്ടൊക്കെ അവിടെ അറബിയുടെ കയ്യിലാണ്. ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് അവളെ കെട്ടണമെന്നൊക്കെ പറഞ്ഞ് നമ്പർ ഇറക്കി നൈസായിട്ട് എന്നെ അങ്ങ് തേച്ച്. അത് കുഴപ്പമില്ല. അത് മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അതൊരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണ്. പുള്ളിക്കാരിക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ വന്നതുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് പോയത്. അതിനുശേഷം അതൊക്കെ ഇവർക്ക് അറിയാൻ കേട്ടോ. നമ്മളിപ്പോൾ ഇത് ഭയങ്കര ഫണ്ണി ആയിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളതാണ്. പിന്നെ അതിനുശേഷമുള്ള എല്ലാ റിലേഷൻഷിപ്പിലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് പ്രോപ്പറായിട്ടില്ല, ആ ഒരു സിങ്ക് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ പോയതാണ്. പിന്നെ എവളെ കൂടെ ഞാൻ ആദ്യമേ റിലേഷൻഷിപ്പിലായിട്ടുണ്ടെങ്കിൽ അത് വർക്കാവത്തില്ല. പക്ഷെ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അത് വർക്കായി, കല്യാണം കഴിച്ചു. അത് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി, എല്ലാ വീട്ടുകാരെയും വെച്ചിട്ടാണ് നമ്മൾ കല്യാണം കഴിച്ചത്. സത്യം പറഞ്ഞാൽ അതൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. നമ്മൾ വീട്ടുകാരുടെയൊക്കെ
സമ്മതത്തോടു കൂടി കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാഗ്യമാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ചിട്ട് അവരെയൊക്കെ വിഷമിപ്പിച്ചിട്ട് കല്യാണം കഴിക്കുന്നത്. അത് കൂടുതലും വീട്ടുകാരുടെ സൈഡിലും ഉണ്ട്. ലൈക്ക് വീട്ടുകാരെ അതും ശരിയാണ്. എൻ്റെ അവളുടെയും പാരൻസ് നമ്മുടെ ഇഷ്ടത്തിന് നിന്നുകൊണ്ട് നമ്മുടെ കല്യാണം നടന്നു. പിന്നെ ജാതകം നോക്കിയിട്ടില്ല കേട്ടോ. നമ്മുടെ കല്യാണത്തിൽ ജാതകം നോക്കിയിട്ടില്ല. അത് ഞാൻ സമ്മതിച്ചില്ല. നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ചേരാത്ത ജാതകമാണ്, യഥാർത്ഥത്തിൽ ചേരാത്ത ജാതകമാണ്. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു വട്ടം. ചേരാത്ത ജാതകമാണ്, ചേർക്കാൻ പറ്റാത്തൊരു ജാതകമാണ്. പക്ഷെ നമ്മൾ അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്. ജാതകം നോക്കിയൊന്നും ആരും പ്രേമിക്കാനോ വിവാഹം കഴിക്കാനോ നിൽക്കരുത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ മനസ്സിന് ഇഷ്ടപ്പെടുന്ന, നമ്മളെ മനസ്സിനെ ഹാപ്പി ആയിട്ട് നിർത്തുന്ന ഒരാളെ വിവാഹം കഴിക്കുക, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നന്നായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും റിലേഷൻഷിപ്പ്. അഖിലേട്ടൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗിൽ ഇത്രയും ആചാരനായിട്ട് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ വാ തുറക്കൂല. അല്ലെങ്കിലും പ്രണയത്തെ പറ്റി പറയുമ്പോൾ കോഴികൾക്ക് നൂറുനാക്കാം. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അണ്ടിൽ ദെൻ കോഴിത്തരൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. ഇപ്പോ ആൾക്കാർക്ക് തിരിച്ചറിയുന്നുണ്ട് ഒരു പെണ്ണ്. ശരിയാട്ടോ, അതൊരു പ്രശ്നമാണ് അഖിലേട്ടന്. എല്ലാവരും അഖിലേട്ടൻ്റെ അടുത്ത് നിന്ന് ഗ്രീഷ്മ ചേച്ചി ഇവിടെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കാണുമ്പോ ഉണ്ടല്ലോ, പുറത്ത് വെച്ച് കാണുമ്പോൾ ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ നോക്കി ചിരിക്കും. നമ്മളാ പഴയ ഒരു മൂഡിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. വന്നിട്ട് പറയും ഗ്രീഷ്മ ചേച്ചിക്ക് സുഖല്ലേ ഏട്ടാ. അപ്പോ കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. ശരിയാക്കി തരാം. ഓക്കെ, ബൈ.